ക്ഷമിക്കണം, നമുക്കൊന്ന് ഹർത്താൽ നടക്കുന്ന മേപ്പാടിയിലേക്കൊന്ന് പോകാം. മേപ്പാടിയിൽ ഹർത്താൽ പുരോഗമിക്കുന്നു, വാഹനങ്ങൾ തടയുന്നു. എ കെ അഭിലാഷ്, എന്താണ് വിവരങ്ങൾ? ഇന്നിപ്പോൾ LDFും UDFും പ്രഖ്യാപിച്ച ഹർത്താൽ രാവിലെ 6 മണി മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ കൽപ്പറ്റ മേഖലയിൽ ചില വാഹനങ്ങൾ ഓടുകയും അതോടൊപ്പം തന്നെ KSRTC ബസ്സുകൾ പോലീസ് സുരക്ഷയോട് കൂടി ഓടിക്കുമെന്നുള്ള അറിയിപ്പ് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മേപ്പാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ വ്യാപകമായി തടയുകയാണ്. പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളടക്കം തടഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ KSRTC വാഹനങ്ങളടക്കം KSRTC ബസ്സുകളടക്കം ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ ഈ ബസ്സിലൊക്കെ അടക്കമുള്ളത്. ഏതായാലും ഇന്ന് വൈകുന്നേരം വരെ ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇവരുടെ മാർച്ച് വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് നടത്തും. പ്രധാനമായും കൽപ്പറ്റ, അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി തുടങ്ങിയ മേഖലകളിലേക്കായിരിക്കും ഇത്തരത്തിൽ മാർച്ച് നടത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരുടെ പ്രതികരണം കൂടി തേടാൻ തോന്നുന്നു. ദുരിതത്തിലാക്കിയ ഒരു കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. ഇന്നും ഞങ്ങളുടെ മുന്നിൽ നൂറുകണക്കിന് മനുഷ്യർ കാണാമറിയത്താണ്. 1.5 വയസ്സായ കുഞ്ഞിനെ പോലും കിട്ടാത്ത അമ്മമാരുടെ കരച്ചിലുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ജില്ല. മനുഷ്യന്റെ ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഗവൺമെന്റുകൾ നോക്കുകുത്തികളാകുമ്പോൾ ആ നോക്കുകുത്തികൾക്കെതിരെയുള്ള അതിശക്തമായ സമരമാണ് വയനാട്ടിൽ നടക്കുന്നത്. ഇത് വൈകുന്നേരം വരെ ഈ റോഡ് ഉപരോധിക്കും. വയനാടിനെ സംബന്ധിച്ച് ഈ സമരം വൈകുന്നേരം 6 മണി വരെ വയനാടിന്റെ അകത്ത് തുടരുകയാണ്. ഇത് തികച്ചും ജനാധിപത്യ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം വരാൻ പോകുന്ന നാളുകളിൽ വലിയ പോരാട്ടമാവും. കാരണം വയനാടൻ ജനത എന്ന നിലക്ക് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ശരി അരുൺ, ഇത് തന്നെ അവർ യാതൊരു തരത്തിലും ഈ പ്രതിഷേധ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. നമുക്ക് ഈ യാത്രക്കാർ നിരവധി ഉണ്ട്. കാരണം ഇവിടെ ഇരുചക്ര വാഹനം അവരുടെ കൂടെ ഒന്ന് ചോദിക്കൂ, അവരുടെ ഒരു പ്രതികരണം. ഞാൻ വീട്ടിലെ ഏട്ടന് സുഖമില്ലാതെ പോകും. ബത്തേരി ഹോസ്പിറ്റലിൽ ഏട്ടന് അഡ്മിറ്റായെന്ന് പറഞ്ഞിട്ട് പോകും. തിരിച്ചു പോകാം. അല്ല, പോയി അവരെ ഒന്ന് കടത്തിവിടാൻ പറയൂ അഭിലാഷ്. സമരക്കാരോട് ആശുപത്രി കാര്യമല്ലേ പറഞ്ഞിട്ട് പോവാ. നിങ്ങൾ ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂര് എന്താവശ്യത്തിനാണ് പോകുന്നത്? നമ്മുടെ ഒരു കമ്പനി ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഈ ഹർത്താലോട് അറിയില്ലായിരുന്നു? ഹർത്താൽ അറിയില്ലായിരുന്നു. അങ്ങനെ മോശം. നിങ്ങൾ എവിടെ പോകുന്നത്? വയനാട്. ഹർത്താലോട് അറിയില്ലായിരുന്നു? അവിടെയാണ് വീട്. അവിടെയാണ്. അഭിലാഷ്, നമ്മളോട് ആദ്യം പ്രതികരിച്ചോ ആശുപത്രി ആവശ്യമല്ലേ, അയാളെ അതുവഴി കയറ്റിവിടാൻ എനിക്കൊന്ന് സമരക്കാരോട് പറയാൻ തോന്നുന്നു. അയാൾ അല്പം പരിഭ്രമിച്ചു നിൽക്കുകയാണ്. നമുക്ക് പറയാം, അദ്ദേഹത്തെ കടത്തിവിടാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാം. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണന, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന അലംഭാവം, പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ ഇവർ ഇതിനകം തന്നെ കടത്തിവിടുന്നുണ്ട്. അത്തരത്തിൽ ഇവരെയും ഇക്കാര്യങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി ആവശ്യങ്ങളുള്ള വാഹനങ്ങൾ, ആംബുലൻസുകളൊക്കെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ ഇരുചക്ര വാഹനങ്ങളടക്കം ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും നമുക്ക് ഇപ്പോൾ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള ആളുകളെ കടത്തിവിടണമെന്നുള്ള ഒരു അപേക്ഷ നമുക്ക് ഇവർക്ക് മുന്നിൽ വെക്കാമെന്ന് തന്നെയാണ് നമുക്ക് കരുതുകയും ചെയ്യുന്നത്. ഏതായാലും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ഓക്കെ, അതെന്തായാലും പ്രധാനപ്പെട്ട എനിക്കൊന്ന് ആ ചെറുപ്പക്കാരനെ കൂടി കടത്തിവിടുക. അദ്ദേഹവും ആശുപത്രിയിലേക്ക് പോകട്ടെ. എ കെ അഭിലാഷ്, ഈ ചുരത്തിൽ വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതാ, നിരവധി വാഹനങ്ങളുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ അദ്ദേഹത്തെ കടത്തിവിടാൻ ഈ പ്രതിഷേധക്കാർ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം ഇതാ കടന്നു പോവുകയാണ്. ഏതായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഒരു പ്രതിഷേധ സമരത്തിന്, കാരണം ഇവരുടെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ദുരന്തം അനുഭവിച്ച ഒരു മേഖല കൂടിയാണ്. അവർക്ക് ആശ്വാസം പകരുക എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. അതേസമയത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഇത്തരം പ്രതിഷേധ സമരങ്ങളുമായി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും KSRTC ബസ്സുകളടക്കം ഇവിടെ നിരവധിയുണ്ട്. കാരണം അതിൽ നിരവധി യാത്രക്കാരുണ്ട്. ഇവരെ കടത്തിവിടാനുള്ള ഒരു നീക്കം, ശ്രമമൊക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പോലീസ് സുരക്ഷയോട് കൂടി തന്നെ ഈ KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എനിക്ക് തോന്നുന്നു കടത്തിവിടാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെയാണ്. ജനജീവിതം ബുദ്ധിമുട്ടിക്കാതെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതും ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഹർത്താൽ അറിയില്ലായിരുന്നോ? അറിയുമായിരുന്നു. നാളെ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ആവശ്യമുള്ളത് കൊണ്ടാണ്.
ഏതായാലും KSRTC ബസ്സുകൾ ഇപ്പോൾ കടത്തിവിടാനുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരം ബസ്സുകൾ കടത്തിവിടുക തന്നെയാണ്. ഏതായാലും ഹർത്താൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ സമരാനുകൂലികളുടെ ഭാഗത്തും ഉണ്ടാവുന്നത്. അരുൺ, ഓക്കെ, അത് സ്വാഗതാർഹമായ കാര്യമാണ്. യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിക്കാതെയാണ് കോൺഗ്രസ് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ആശുപത്രി പ്രവർത്തകരെ ഇപ്പോൾ കടത്തിവിട്ടു, മറ്റു വാഹനങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾക്കൊരിടമുണ്ട് നമ്മുടെ നാട്ടിൽ, അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ആ പ്രതിഷേധങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ ഹർത്താൽ നടത്താൻ വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങിയത്. അല്പസമയം മുമ്പ് CPM പ്രവർത്തകരും ഇടതുമുന്നണി പ്രവർത്തകരും വയനാട്ടിൽ കൽപ്പറ്റയിൽ സമര പരിപാടികളുമായിട്ട് വന്നിരുന്നു. ധാരാളം വാഹനങ്ങൾ ഈ ചുരം കയറി വയനാട് വഴി മൈസൂരിലേക്കും കർണാടക അതിർത്തിയിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളുണ്ട്. വാരാന്ത്യമല്ലാത്തതുകൊണ്ട് വലിയ ടൂറിസ്റ്റുകളുടെ ഒഴുക്കില്ല എങ്കിൽ പോലും വയനാട്ടിലൂടെ എത്തുന്ന വാഹനങ്ങളെ ഒരുപക്ഷെ ഹർത്താൽ അനുകൂലികൾ തടയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തടഞ്ഞെങ്കിലും വാഹനം കടത്തിവിടുകയാണ്. മേപ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഊട്ടിക്കൊക്കെ പോകുന്നത്, ആ മേപ്പാടി വഴി ഊട്ടിക്ക് പോകുന്ന ഒരു റോഡുണ്ട്, അതേപോലെ മൈസൂരിലേക്ക് പോകുന്ന റോഡുണ്ട്. അപ്പോൾ ഈ റോഡുകളിലെല്ലാം ഇന്നിപ്പോൾ ഹർത്താൽ അനുകൂലികൾ അല്പസമയത്തുള്ളിൽ ചിലപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയേക്കാം. എന്തായാലും നിലവിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഹർത്താൽ വയനാട്ടിൽ പുരോഗമിക്കുന്നത്. LDF-ഉം UDF-ഉം ആഹ്വാനം ചെയ്ത 2 ഹർത്താലുകളാണ് ഇന്ന് വയനാട് മേഖലയിലുള്ളത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂർണ്ണമായും ഹർത്താലിനോട് ഐക്യപ്പെട്ട് തന്നെ നിൽക്കുന്നു. റിസോർട്ടുകൾ അതിഥികളെ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് എടുത്തിട്ടുമില്ല.